ഹേയോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. ലാപ്പത്ത ലേഡീസ് സോഷ്യൽ മീഡിയയിലും എനിക്ക് തോന്നുന്നു സിനിമാ ലോകത്തൊക്കെ വലിയ രീതിക്ക് ചർച്ചയായിട്ടുള്ള ഒരു ഇന്ത്യൻ സിനിമയാണ് ലാപ്പത്ത ലേഡീസ്. ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവണം ഈ സിനിമയെ കുറിച്ച്, ഏകദേശം പേരും കണ്ടിട്ടുണ്ടാവണം. എന്താണ് ലാപ്പത്ത ലേഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സറിയും ഒരു സംതൃപ്തി കിട്ടും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ. കിരൺ റാവു സംവിധാനം ചെയ്ത് ബിബൽ ഗോസ്വാമി തിരക്കഥ എഴുതി ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമയാണ് ലാപ്പത്ത ലേഡീസ്. ഈ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബിബൽ ഗോസ്വാമിയുടെ മികച്ച തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ തിരക്കഥയെ ഏറ്റവും ഭംഗിയായിട്ടാണ് കിരൺ റാവു സംവിധാനം ചെയ്ത് നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു റിയൽ സ്റ്റോറി. നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അവര് എന്താ പറയാ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ഒരു ജീവിത രീതികൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സിനിമ, ഒരു സോള് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലാപ്പത്ത ലേഡീസ് എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കഥയാണ്. അതായത് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളാണ് ഈ സിനിമയുടെ മെയിൻ ഒരു എന്താ പറയാ പശ്ചാത്തലം. അവിടെ നടക്കുന്ന കല്യാണം, ഈ കല്യാണ ശേഷം വരന്മാർക്ക് തമ്മിൽ ഒരു ട്രെയിനിൽ വെച്ചിട്ട് കല്യാണ പെണ്ണിനെ മാറിപ്പോകുന്നു. ഇതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ സ്ത്രീകൾക്ക് എന്താ പറയാ കല്യാണത്തിന് തുണി കൊണ്ട് മറച്ചിട്ടുള്ള മുഖമാണ് പൊതുവെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അപ്പൊ അവർക്ക് നമുക്കറിയാം എന്താ പറയാ വിദ്യാഭ്യാസം നിഷേധിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം അധികം കൊടുക്കാതിരിക്കുക, വീടുകൾ തളച്ചിടപ്പെടുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ശരിക്കും കല്യാണം കഴിക്കുന്ന ഭർത്താവിന്റെ പേര് പോലും അറിയാത്ത അവസ്ഥ ഉള്ള സംഭവങ്ങളുണ്ട്. അത്തരം എന്താ പറയാ വലിയ ഇമ്പോർട്ടന്റ് ഉള്ള അല്ലെങ്കിൽ നല്ല കാമ്പുള്ള ആ ഒരു വിഷയത്തെയാണ് കിരൺ റാവു ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രസകരമായ രീതിയിലാണ് ഇതിന്റെ കഥ കൊണ്ടുപോകുന്നത്. ഈ കല്യാണം നടക്കുന്നതിന് ശേഷം പെണ്ണ് തമ്മിൽ മാറിപ്പോകുന്നതും പിന്നെ അവരെ അന്വേഷിച്ചുള്ള പോക്ക്, അങ്ങനെ നല്ലൊരു അടിപൊളി ആയിട്ടാണ് ഈ സിനിമയുടെ സ്റ്റോറി. നമുക്ക് ആ 2 മണിക്കൂർ ഈ സിനിമയുടെ ദൈർഘ്യമുള്ളൂ. ആ 2 മണിക്കൂരും ഒരു ബോറടി ഇല്ലാണ്ട് അടുത്തതെന്താവും എന്നൊരു ക്യൂരിയോസിറ്റി എന്ന രീതിക്കാണ് ഈ സിനിമ അവിടെ പൂർത്തിയാക്കതയോടൊപ്പം സംവിധാനത്തോടൊപ്പം ഈ സിനിമയെ ഏറ്റവും മികച്ചതാക്കുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങളാണ്. അവരുടെ പേരുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ടുള്ള പേരുകളാണ്, ശരിക്കും എടുത്തു പറയേണ്ട പേരാണ്. അതായത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, പക്ഷെ ഒരു 6 കഥാപാത്രം ഒരു 5 കഥാപാത്രം ഒരു 5 കഥാപാത്രമാണ് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സിനിമയിൽ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഇവരായിരിക്കും ലീഡ് ക്യാരക്ടർ ഉണ്ടാവുക അല്ലെ. പക്ഷെ ഈ സിനിമയിൽ ഈ 5 പേരും ലീഡ് ക്യാരക്ടേഴ്സ് ആണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ 2 കല്യാണ പെണ്ണുങ്ങളായിട്ട് വരുന്ന ഒന്ന് നിതാൻഷ് ഗോയൽ, അതുപോലെ പ്രതിഭ റാന്ത. ഈ 2 പേരാണ് ഇതിൽ സ്ത്രീ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഒരാള് ഭയങ്കര സോഫ്റ്റ് ആണെങ്കിൽ മറ്റയാൾ ഭയങ്കര ബോൾഡ് ആണ്. ഒരാള് തന്റെ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ചുറ്റിപ്പറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ പ്രതിഭ റാന്ത അവതരിപ്പിക്കുന്ന ജയ എന്ന കഥാപാത്രം ഒരുപാട് പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് കൃഷിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന, കല്യാണം ഇപ്പോഴേ വേണ്ട, എനിക്ക് പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം വെച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സോ ഒരു ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസ് സിനിമയിലില്ല, പക്ഷെ ഇവർക്ക് ഈ 2 പേരും കൂടി ഈ കഥ കൊണ്ടുപോകുന്ന രീതിയാണ് ഏറ്റവും രസകരം. അതുപോലെ തന്നെയാണ് ഇതിൽ സ്പർശ് ശിവാസ്ത്ര എന്ന് പറയുന്ന ആ ഒരു മെയിൻ ലീഡ് റോൾ അവതരിപ്പിക്കുന്ന, അതായത് ഫൂലിന്റെ ഭർത്താവായിട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ. ശരിക്കും ആളുടെ ഓരോ ഇമോഷൻസ്, തന്റെ ഭാര്യയെ മാറിപ്പോയി എന്ന് പറയുമ്പോൾ ആ ഒരു വിഷമം, ഭാര്യയെ അന്വേഷിച്ചുള്ള പോക്ക്, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാവുന്നത്, അത്തരം ഒരു എന്താ പറയാ ഇമോഷണലി അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക്കലി കോമഡി ഒക്കെ ആയിട്ട് ഈ ക്യാരക്ടർ കൊണ്ടുപോയിരിക്കുന്ന രീതി, ശരിക്കും ആ ഒരു അഭിനേതാവ് ചെറുപ്പക്കാരനാണ്, വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം ഈ ഒരു ക്യാരക്ടറിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും കയ്യടി അർഹിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. രവി കിഷൻ അവതരിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ്. നമുക്കത് കാണുമ്പോൾ ദേഷ്യം വരുന്നത് എന്തൊരു പോലീസുകാരനാണ്, ഇങ്ങനത്തെ പോലീസുകാർ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടല്ലേ,
കാരണം ആ ഒരു ഒരു പാക്കൊക്കെ ചമച്ച് നക്കില്ല, ആ ഒരു ഭയങ്കര രസമായിട്ട് ഒരു എന്താ പറയാ വേഴ്സറ്റൈൽ ആക്ടറായിട്ടാണ് എനിക്ക് അദ്ദേഹം തോന്നിയത്. ഭയങ്കര ഭംഗിയായിട്ടാണ് അദ്ദേഹം ആ ഒരു പോലീസ് കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ദേഷ്യം തോന്നിപ്പിക്കുന്ന ഈ ക്യാരക്ടർ, ഈ പോലീസുകാരൻ ഭയങ്കര ഒരു ചേഞ്ചിലേക്കാണ് വരുന്നത്. ജയ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഈ പോലീസുകാരൻ മാറാണ്. അതുവരെ നമ്മൾ ദുഷ്ടൻ എന്ന് വിചാരിച്ച പോലീസുകാരന് നമ്മൾ കയ്യടി കൊടുക്കുന്ന സീനിലേക്കാണ് ഇതിന്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് രവി കിഷൻ ആ ഒരു പോലീസുകാരൻ ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളത് ഛായാകഥം. അദ്ദേഹത്തിന് ഈ ഒരു ലേഡി ക്യാരക്ടറാണ്. ആളുടെ പേര് പോലെ തന്നെ ഈ സിനിമയിൽ ഈ ലേഡി ഒരു ചായക്കടക്കാരിയാണ്. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ നിതാൻഷ് ഗോയൽ, എനിക്ക് തോന്നുന്നു 18 വയസ്സ് അങ്ങനെ ആയിട്ടുള്ള ആ കുട്ടിക്ക്, പക്ഷെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ആ കുട്ടി കാഴ്ചവെച്ചിരുന്നത്. ആ കുട്ടിയും ഈ ഛായ കഥം എന്ന് പറഞ്ഞ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ ഒരുപാടുണ്ട്. ഇവർക്കിടയിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്, ഇവർക്കിടയിലുള്ള ഒരു ബോണ്ട് ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടാണ് ഈ സിനിമയിൽ അവർ അവതരിപ്പിച്ചിരുന്നത്. ഛായാക്കടം എന്ന് പറഞ്ഞ ഈ ഒരു ലേഡി കഥാപാത്രം തന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫൂലിന് വേണ്ടിയിട്ട്, അറിയാത്തൊരു പെൺകുട്ടിയായിട്ട് പോലും ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു ലേഡി എടുക്കുന്ന എഫേർട്ടുകൾ, അതുപോലെ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഇൻസ്പിറേഷൻസ്, ഇതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഈ സിനിമയിൽ കൊണ്ടുപോകുന്നത്. സോ ഈ പറഞ്ഞ ഒരു 5 പേര്, പിന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും അവരുടെ പെർഫോമൻസ് ഗ്രേറ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാം സംബന്ധിയാണ് മ്യൂസിക്. ഒരു 3 സോങ് ഉണ്ട്. അതിലേക്ക് ഏറ്റവും ഇഷ്ടം സജനി എന്ന് പറഞ്ഞിട്ട് അർജിത് സിംഗ് പാടിയ ഒരു സോങ് ഉണ്ട്. എന്തൊരു സോളാന്നറിയോ, ഭയങ്കര ഫീലാണ് ആ പാട്ടിന്. സോ ഈ സിനിമ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഫാമിലിയോടൊപ്പം തന്നെ കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരുപാട് മെസ്സേജുകൾ സിനിമയിലുണ്ട്. അതായത് പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു പ്രായം വരെ മാത്രം എന്താ പറയാ എങ്ങനെ പഠിച്ച് പിന്നെ പഠിത്തം അവസാനിപ്പിച്ചിട്ട് കല്യാണം കഴിച്ച് പോകേണ്ട പെൺകുട്ടിയല്ല. പെൺകുട്ടിക്ക് പഠിക്കാനുള്ള, സ്വന്തമായിട്ട് മുഖം മറക്കാതെ എന്താ പറയാ ഈ ലോകത്ത് സ്വാതന്ത്ര്യമായിട്ട് നടക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അങ്ങനത്തെ ഒരുപാട് മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും, നമുക്ക് ഭയങ്കര ഒരു ഫീല് കിട്ടും, ഞാൻ പറഞ്ഞ പോലെ ഒരു സംതൃപ്തി കിട്ടും ഈ സിനിമ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം, ഞാൻ പൊതുവെ ഹിന്ദി സിനിമ, ബോളിവുഡ് സിനിമകൾ കാണാറ് കുറവാണ്. ഞാൻ തമിഴും മലയാളക്കാണ് കൂടുതൽ കാണാറ്. പക്ഷെ എന്തോ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഫുൾഫിൽ കിട്ടി. എന്റെ മനസ്സ് ശരിക്കും നിറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ ഞാൻ കണ്ട് അവസാനിപ്പിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ടെലഗ്രാമിലും മറ്റൊക്കെ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ ലാപ്പത്ത ലേഡീസ് എന്ന് പറഞ്ഞ ഈ സിനിമ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്റെ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കൂടെ നിൽക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത സിനിമയായിട്ട് കാണാം. അതുവരേക്കും